അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ബാബ് ഇശ്റത്തിൻ നിസായിലെ 24-ാമത്തെ ഹദീസ്. വഅൻ ഇയാസ് ബിൻ അബ്ദില്ലാഹ് ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ തദ്രിബൂ ഇമാ അല്ലാഹ്. ലാ തദ്രിബൂ, നിങ്ങൾ അടിക്കരുത്, ഇമാ അല്ലാഹി, അള്ളാഹുവിൻ്റെ അടിമകളെ അഥവാ നിങ്ങളുടെ ഭാര്യമാരെ. സൗജാത്തിക്കും എന്നാണ്. ഇമാ അല്ലാഹിക്ക് എന്താണ് മഅന? സൗജാത്തിക്കും, അള്ളാഹുവിൻ്റെ അടിമകൾ, അടിമ സ്ത്രീകളെ അഥവാ നിങ്ങളുടെ ഭാര്യമാരെ നിങ്ങൾ അടിക്കരുത്. ഫജാഅ ഉമറു, അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു വന്നു. ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫഖാൽ, അദ്ദേഹം പറഞ്ഞു, ദഇർന നിസാഉ അലാ അസ്വാജിഹിന്ന. ദഇർന, ധൈര്യപ്പെട്ടിരിക്കുന്നു. ദഇർന ഇജ്തറഇന വനശസിന വഗലബിന എന്നാണ്. ദഇർന ഇജ്തറഇന, അവർ ധൈര്യം കാണിച്ചിരിക്കുന്നു. ആര്? ദഇർന നിസാഉ, സ്ത്രീകൾ, ഭാര്യമാർ ധൈര്യം കാണിച്ചിരിക്കുന്നു. അലാ അസ്വാജിഹിന്ന, അവരുടെ ഭർത്താക്കന്മാരുടെ മേൽ. തങ്ങൾ അടിക്കേണ്ടെന്നല്ലേ പറഞ്ഞേ? അപ്പോൾ ഇപ്പം അവരുടെ നുസൂസെല്ലാം അധികരിച്ച് ഭർത്താക്കന്മാരോടുള്ള പിണക്കം. കാരണം എന്ത് കാട്ടിയാലും, എന്ത് ദേഷ്യം പിടിച്ചാലും അടിക്കൂലല്ലോ. അപ്പോൾ അവർ ഭയങ്കര ധൈര്യം കാണിക്കാൻ തുടങ്ങി. ഫറഖസ, അപ്പോൾ നബി തങ്ങൾ വിട്ടുവീഴ്ച ചെയ്തു, ഇളവ് കൊടുത്തു. ഫി ലർബിഹിന്ന, അവരെ അടിക്കുന്നതിൽ ഇളവ് കൊടുത്തു. റഖസ എന്നാൽ ഇളവ് കൊടുത്തു. ഫി ലർബിഹിന്ന, ഭാര്യമാരെ അടിക്കുന്നതിൽ. ഫഅതാഫ, അപ്പോൾ ചുറ്റി. ബി ആലി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തെ, ഭാര്യമാരെ. ആര്? അസ്വാജിഹി താഹിറാത്ത്, നബി തങ്ങളുടെ അസ്വാജിനെ എന്താക്കി? ചുറ്റി. അത്താഫ എന്ന് പറഞ്ഞാൽ ഇജ്തമഅ വനസല, ഭാര്യമാരുടെ അടുത്തേക്ക് നിസാഉൻ കസീറുൻ, ധാരാളം സ്ത്രീകൾ വന്നു, ഒരുമിച്ച് കൂടി. ഫാത്താഫ, അപ്പോൾ ഒരുമിച്ച് കൂടി. ബി ആലി റസൂലില്ല, റസൂലുള്ളാഹിൻ്റെ ഭാര്യമാരുടെ അടുക്കൽ നിസാഉൻ കസീറുൻ, ധാരാളം സ്ത്രീകൾ. യസ്കൂന, അവർ ആവലാതി പറയുന്നു. അസ്വാജഹുന്ന, അവരുടെ ഭർത്താക്കന്മാരെ. ഏത് വിഷയത്തിൽ? മിൻ ലർബിഹിം ഇയാഹുൻ, അവരടിക്കുന്ന വിഷയത്തിൽ. പൊരിഞ്ഞ അടിയ ഇപ്പോൾ എന്ന് പറയാൻ തുടങ്ങി വന്നിട്ട്. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പറഞ്ഞു, ലഖദ് താഫ, തീർച്ചയായും ചുറ്റിയിരിക്കുന്നു, ഒരുമിച്ച് കൂടിയിരിക്കുന്നു. ബി ആലി മുഹമ്മദിൻ, മുഹമ്മദ് നബിയുടെ ഭാര്യമാരുടെ അടുക്കൽ നിസാഉൻ കസീറുൻ, ധാരാളം സ്ത്രീകൾ. യസ്കൂന, അവർ ആവലാതി പറയുന്നു. അസ്വാജഹുൻ, അവരുടെ ഭർത്താക്കന്മാരെ സംബന്ധിച്ച്. ലൈസ ഉലൈക, അത്തരം പുരുഷന്മാരല്ല, അത്തരം അസ്വാജ് ഭർത്താക്കന്മാരല്ല. ബിഖിയാരിക്കും, നിങ്ങളിൽ നല്ലവരല്ല. ഭാര്യമാരെ അടിക്കുന്ന ഭർത്താക്കന്മാർ നിങ്ങളിൽ ഉത്തമരല്ല. ഐ ബൽ ഖിയാറുക്കും മല്ലാ യദ്രിബുഹുന്ന, അവരടിക്കാത്തവരാണ് ഏറ്റവും നല്ലവർ. വയഹ്തമിലു അൻഹുന്ന, അവരെ തൊട്ട് സഹിക്കുന്ന ഭർത്താക്കന്മാരാണ് ഭർത്താക്കന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ലവർ. ഔ യുഅദ്ദിബുഹുന്ന വലാ യദ്രിബുഹുന്ന ദർബൻ ശദീദ യുഅദ്ദി ഇലാ ശികായത്തിന്ന, ഇങ്ങനെ ആവലാതി പറയാൻ മാത്രമുള്ള ശക്തിയായ അടി അടിക്കുന്നവരല്ല ഭർത്താക്കന്മാർ. ഫീഹി മിനൽ ഫിഖ്ഹി അന്ന ദർബൻ നിസാഇ ഫീ മൻ ഉഖൂഖിൻ നിക്കാഹി മുബാഹുൻ.
പരിക്ക് പറ്റാത്ത അടിയടിക്കൽ ഏതാണ് അനുവദനീയമാണ്. തർത്തബ് സുന്നത്ത് അലൽ കിതാബി അറബി അഴത്തന്നെ നെയ്യൻ ഖബരി നുസുല സുമ്മലമ്മ ദൈറൻ നിസാദിന ഫി അറബിന ഖുറാബി ഖല്ലു സുമ്മലമ്മ വല ഫി അറബി അഖബറന അർബ ഇൻകാന മുബാഹൻ ലാശ് അഖലാഖി നഫ തഹമ്മലും സബറും അതാണ് ഏറ്റവും നല്ലത്. പിന്നെ റവാഹു അബൂ ദാവൂദ വബ്നു മാജ വദ്ദാരിമി وعن أبي هريرة قال قال رسول الله صلى الله عليه وسلم ليس منا من خيب امرأة على زوجها أو عبدا على سيده ലൈസ മിന്ന നമ്മിൽപ്പെട്ടവനല്ല, അഥവാ നമ്മുടെ അത്ബായിങ്ങളിൽപ്പെട്ടവനല്ല. മൻ ഖയ്യബ ബി തസ്ദീദിൽ ബായിൽ ലൂല ബഅദൽ ഖാഇൽ മുഅ്ജമ ഖയ്യബ വഞ്ചിച്ചവൻ. ഖദഅന ഖയ്യബക്കെന്താ മാന? ഖദഅ അഫ്സദ വഞ്ചിച്ചു. ഇംറഅത്തുൻ ഒരു സ്ത്രീയെ. ലൈസമിന നമ്മിൽപ്പെട്ടവനല്ല. മൻ ഖയ്യബ വഞ്ചിച്ചവൻ. ഇംറഅത്തുൻ ഒരു സ്ത്രീയെ. അലാ സൗജിഹ അവളുടെ ഭർത്താവിൻ്റെ മേൽ. ഔ അബ്ദൻ അല്ലെങ്കിൽ ഒരു അടിമയെ. അലാ സയ്യിദിഹി തൻ്റെ യജമാനൻ്റെ മേൽ. വഞ്ചിക്കലെങ്ങനെ? ബിഅൻ യദ്കുറ മസാവിയ സൗജി ഭർത്താവിൻ്റെ ന്യൂനതകൾ പറയുക. ഇന്ത ഇമ്രത്തി തൻ്റെ ഭാര്യയുടെ അടുക്കൽ വെച്ച്, അവൻ്റെ ഭാര്യയുടെ അടുക്കൽ വെച്ച്. ഔ മഹാസിന അജ്നബിയിൻ അല്ലെങ്കിൽ ഒരു അന്യപുരുഷൻ്റെ ഗുണങ്ങൾ പറയുക. ഇന്ദഹ അവളുടെ അടുക്കൽ വെച്ച്. മനസ്സിലായില്ല? നബി തങ്ങൾ എന്താ പറഞ്ഞത്? ലൈസമിന്ന നമ്മിൽപ്പെട്ടവനല്ല. മൻ ഖയ്യബ ഇമ്രഅത്തൻ ഒരു സ്ത്രീയെ വഞ്ചിച്ചവൻ. അലാ സൗജിഹ അവളുടെ ഭർത്താവിൻ്റെ മേൽ. ഔ അബ്ദൻ അല്ലെങ്കിൽ ഒരു അടിമയെ. അലാ സയ്യിദിഹി തൻ്റെ യജമാനൻ്റെ മേൽ വഞ്ചിച്ച ഒരുത്തൻ നമ്മിൽപ്പെട്ടവനല്ല. അവ ശരിയായ നമ്മുടെ സുന്നത്തിൽ, നമ്മുടെ നമ്മുടെ അത്ബായിങ്ങളിൽ അനുയായികളിൽ പെട്ടവനല്ല. അപ്പം ഇവിടെ വഞ്ചിക്കുക എന്ന് പറഞ്ഞാൽ എന്താന്നാ പറഞ്ഞത്? ഈ ഒരു ഭർത്താവിൻ്റെ ന്യൂനതകൾ പറയുക. ആരുടെ അടുക്കൽ വെച്ച്? ഓൻ്റെ ഭാര്യയുടെ അടുക്കൽ വെച്ച്. അപ്പോൾ ആ ഭർത്താവിനുള്ള മതിപ്പ് കുറയില്ലേ? അല്ലെങ്കിൽ അന്യപുരുഷൻ്റെ ഗുണങ്ങൾ പറയുക. ആരുടെ അടുക്കൽ? ഒരു ഭാര്യയുടെ അടുക്കൽ വെച്ച് അന്യപുരുഷൻ്റെ ഗുണങ്ങൾ പറയുക. അപ്പോൾ ഈ പെണ്ണിന് സ്വാഭാവികമായി ആ അന്യപുരുഷനോട് ഏതുണ്ടാവും? അനുരാഗം ഉണ്ടാവും, താല്പര്യം ഉണ്ടാവും. അപ്പോൾ സ്വന്തം ഭർത്താവിനോടുള്ള താല്പര്യം കുറയും. അപ്പോൾ അത് വഞ്ചിക്കലാണത്. റവാഹു അബൂ ദാവൂദ. വഅൻ ആയിഷത റളിയല്ലാഹു അൻഹു ഖാലത്ത് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന മിൻ അക്മലിൽ മുഅ്മിനീന ഈമാനൻ അഹ്സനുഹും ഖുലുഖാ വ അൽതഫുഹും ബി അഹ്ലിഹി. ഇന്ന മിൻ അക്മലിൽ മുഅ്മിനീന തീർച്ചയായും മുഅ്മിനീങ്ങളിൽ ഏറ്റവും പരിപൂർണമായവരിൽപ്പെട്ടവരാണ്. ഈമാനൻ ഈമാനാൽ ഏറ്റവും പരിപൂർണമായവരിൽപ്പെട്ടവരാണ്. അഹ്സനുഹും ഖുലുഖാ അവരിൽ നല്ല സ്വഭാവമുള്ളവർ, സ്വഭാവത്താൽ ഏറ്റവും മെച്ചമായവർ. അഹ്സനുഹും അവരിൽ ഏറ്റവും മെച്ചമായവർ. ഖുലുഖൻ സ്വഭാവത്താൽ. കമാലുൽ ഈമാൻ യൂജിബു ഹുസ്നുൽ ഖുൽഖ് ഈമാൻ പരിപൂർണത അത് ഏതിനെ നിർബന്ധമാക്കും? സൽസ്വഭാവത്തെ. വൽ ഇഹ്സാന ഇല കാഫത്തിൽ ഇൻസാൻ മുഴുവൻ മനുഷ്യന്മാരിലേക്കും ഗുണം ചെയ്യലിനെയും. വ അൽതഫുഹും അവരിൽ ഏറ്റവും ദയയുള്ളവനുമാണ്. ബി അഹ്ലിഹി തൻ്റെ ഭാര്യയോട് ഏറ്റവും ദയയുള്ളവനുമാണ്, വാത്സല്യമുള്ളവനുമാണ്. റവാഹു തിർമിദിയോ വഅൻ അബീ ഹുറൈറത ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അക്മലുൽ മുഅ്മിനീന ഈമാനൻ അഹ്സനുഹും ഖുലുഖാ സത്യവിശ്വാസികളിൽ ഈമാൻ പരിപൂർണമായവർ ആരാണ്? അവരിൽ ഏറ്റവും നല്ല സ്വഭാവമുള്ളവരാണ്. വ ഖിയാറുക്കും ഖിയാറുക്കും ലിനിസാഇഹിം നിങ്ങളിൽ ഏറ്റവും ഉത്തമർ തൻ്റെ ഭാര്യമാർക്ക് ഏറ്റവും ഉത്തമരായവരാണ്, അവരോട് നല്ലത് പ്രവർത്തിക്കുന്നവരാണ്. റവാഹു തിർമിദി വഖാല ഹാദാ ഹദീസുൻ ഹസനുൻ സ്വഹീഹുൻ. വ റവാഹു ഈ ഹദീസിനെ റിവായത്ത് ചെയ്തിരിക്കുന്നു അബൂ ദാവൂദ് റഹിമഹുല്ലാഹ് ഇലാ ഖൗലിഹി ഖുലുഖൻ. ഖുലുഖൻ വരെ അബൂ ദാവൂദിൻ്റെ റിവായത്തുള്ളൂ. ഏതില്ല?
ഖിയാറുക്കും ഖിയാറുക്കും ലിനിസായിഹിം എന്നതില്ല. അത് ആരുടെ റിവായത്തിലാണുള്ളത്? തുർമുദി ഇമാമിൻ്റെ റിവായത്തിലാണുള്ളത്. ആയിഷത്ത് റളിയല്ലാഹു അൻഹാ ഖാലത്ത് ഖദിമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുന്നിട്ടു മിൻ ഗസ്വത്തി തബൂക, തബൂക്ക് യുദ്ധത്തിൽ നിന്ന്. തബൂക്ക് മക്കാനും മഅറൂഫുൻ വഹുവ നിസ്ഫു തരീഖിൽ മദീനത്തില ദിമഷ്കി ഷാം, ഷാമിലെ ദിമഷ്കിലേക്ക് പോകുന്ന വഴിയിൽ, മദീനയിലേക്കുള്ള വഴിയുടെ അർദ്ധഭാഗം കഴിഞ്ഞാൽ കിട്ടുന്ന സ്ഥലമാണ്. വഹിയ ഗസ്വത്തുൽ ഉസ്ര, ഗസ്വത്തുൽ ഉസ്ര എന്നും അതിന് പേരുണ്ട്. തബൂക്ക് യുദ്ധത്തിന് ഹിജ്റ 9-ാം വർഷം നടന്ന യുദ്ധമാണ്. അപ്പോൾ ഖദിമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഗസ്വത്തി തബൂക ഔ ഹുനൈൻ, അല്ലെങ്കിൽ ഹുനൈൻ യുദ്ധത്തിൽ നിന്നാണ് എന്നാണോ പറഞ്ഞത്? ശക്കും മിനർ റാവീന അൻഹ വഹുവ ബിത്തസ്ഗീർ. ശക്കും മിനർ റാവി, പിന്നെ ഈ റിവായത്ത് ചെയ്ത ആൾ ആയിഷ ബീവിയാണോ അല്ലെങ്കിൽ അതിന് ശേഷമുള്ള ആരോ എങ്ങനെയാണോ പറഞ്ഞത്? മിൻ ഗസ്വത്തി തബൂക്ക് എന്നാണോ പറഞ്ഞത്? അല്ല മിൻ ഗസ്വത്തി ഹുനൈൻ എന്നാണോ പറഞ്ഞത്? അവിടെയാണ് സംശയം. നബി തങ്ങൾ മുന്നിട്ടു, യുദ്ധം കഴിഞ്ഞ് തങ്ങൾ മദീനയിലേക്ക് മുന്നിട്ടു. വഫീ സഹ്വത്തിഹ, ആയിഷ ബീവിയുടെ വരാന്തയിലുണ്ടായിരുന്നു സിത്തുറുൻ, ഒരു വിരി, ഒരു മറയുണ്ടായിരുന്നു. സഹ്വത്ത് എന്ന് പറഞ്ഞാൽ സുഫത്ത് എന്ന, കോലായി, വരാന്ത. കദമൽ ബൈത്തി, വീട്ടിൻ്റെ മുന്നിലുള്ള സുഫത്ത്, കോലായിക്കാണെന്ന് പറയുന്നത് സഹ്വത്ത്. അപ്പോൾ വഫീ സഹ്വത്തിഹ, ആയിഷ ബീവിയുടെ കോലായിലുണ്ടായിരുന്നു സിത്തുറുൻ, ഒരു മറ, ഒരു വിരി ഉണ്ടായിരുന്നു. ഫഹബ്ബത്തിരീഹുൻ, അപ്പോൾ കാറ്റടിച്ച് വീശി, ഹബ്ബത്ത് കാറ്റ് അടിച്ച് വീശി. ഫകശഫത്ത് നാഹിയത്തു സിത്തിരി, അപ്പോൾ ആ മറയുടെ ഭാഗം വെളിവാക്കി. അൻ ബനാത്തില്ലി ആയിഷ, ആയിഷയുടെ ബനാത്തിനെ, ആയിഷയുടെ പാവകളെ. ബനാത്തില്ലി ആയിഷ, ആയിഷാൻ്റെ പെൺകുട്ടികൾ എന്ന് പറഞ്ഞാൽ ആയിഷാൻ്റെ കളിപ്പാവകൾ. പിന്നെ ലുഅബിൻ കളിവസ്തുക്കൾ, ലുഅബ്, ആയിഷാൻ്റെ കളിവസ്തുക്കളെ ആ കാറ്റുണ്ടാക്കി വെളിവാക്കി. അത് പുറത്ത് കാണാൻ തുടങ്ങി കാറ്റടിച്ചപ്പോൾ. ഫഖാല, അപ്പോൾ നബിതങ്ങൾ ചോദിച്ചു, മാ ഹാദ, ഇതെന്താണ് യാ ആയിഷ, ആയിഷ ഇതെന്താണ് എന്ന് ചോദിച്ചു. ഖാലത്ത്, അപ്പോൾ ആയിഷ പറഞ്ഞു, ബനാത്തി, അത് എൻ്റെ പെൺമക്കളാണ് എന്ന് പറഞ്ഞാൽ എൻ്റെ കളിവസ്തുക്കളാണ്, എൻ്റെ കളിപ്പാട്ടങ്ങളാണ് എന്ന് പറഞ്ഞു. വറആ, നബി തങ്ങൾ കണ്ടു, ബൈനഹുന്ന, അവകൾക്കിടയിൽ, ഫറസൻ, ഒരു കുതിര. ആ കളിപ്പാട്ടത്തിൻ്റെ കൂട്ടത്തിൽ ഏതുണ്ട്? ഒരു കുതിരയുണ്ട്. ലഹു, അതിനുണ്ട്, ജനാഹാനി, 2 ചിറകുണ്ട്, മിൻ റിഖായിൻ, തുണി കൊണ്ട് നിർമ്മിതമായ, തുണിശീലയാൽ നിർമ്മിതമായ ഏതുണ്ട്? 2 ചിറകുണ്ട്. ഫഖാല, അപ്പോൾ നബി തങ്ങൾ ചോദിച്ചു, മാ ഹാദല്ലദീ അറ, ഞാൻ കാണുന്ന ഒന്നെന്താണ്? വസ്തഹുന്ന, അവയുടെ നടുവിൽ കാണുന്ന, അതിൻ്റെ നടുവിൽ കാണുന്ന ഒന്നെന്താണ് എന്ന് ചോദിച്ചു. അൽ വസ്തു ബൈനഹും വസ്തൽ ഖൗമി തസ്കീൻ കുല്ലു മൗദി യുസ്ലാം. കാലത്ത്, അപ്പോൾ ആയിഷ ബീവി പറഞ്ഞു, ഫറസുൻ, അത് കുതിരയാണ്. കാല, നബി തങ്ങൾ ചോദിച്ചു, വമല്ലദീ അലി, ആ കുതിരൻ്റെ മേലെ എന്താണ് ആയിഷ? കാലത്ത്, ആയിഷ ബീവി പറഞ്ഞു, ജനാഹാനി, അത് 2 ചിറകാണ്, കുതിരൻ്റെ 2 ചിറകാണ്. കാല, നബി തങ്ങൾ പറഞ്ഞു, ഫറസുല്ലഹു ജനാഹാനി, 2 ചിറകുള്ള കുതിരയോ? 2 ചിറകുള്ള കുതിരയോ ആയിഷ? കാലത്ത്, കുതിരക്ക് ചിറകുണ്ടാവോ? കാലത്ത്, ആയിഷ ബീവി പറഞ്ഞു, അമാ സമീഅത, നീ കേട്ടുവോ? അന്നലി സുലൈമാന, തീർച്ചയായും സുലൈമാൻ നബിക്കുണ്ടായിരുന്നു, ഖൈലൻ. ആര് പറയാണ്? ആയിഷ ബീവി നബി തങ്ങളോട് ചോദിക്കില്ലെന്ന്. കാലത്ത് ആയിഷ ബീവി പറഞ്ഞു, അമാ സമീത, തങ്ങൾ കേട്ടിട്ടില്ലേ?
അന്നലി സുലൈമാന തീർച്ചയായും സുലൈമാൻ നബിക്ക് ഉണ്ടായിരുന്നു ഖൈറൻ ഒരു കുതിര, ലഹ അതിനുണ്ടായിരുന്നു അജ്നിഹത്തുൻ ചിറകുകളുണ്ടായിരുന്നു. കുറേ ചിറകുകളുള്ള കുതിരയുണ്ട് എന്ന് തങ്ങൾ കേട്ടിട്ടില്ലേ? കാലത്ത് ആയിഷ ബീബി പറയുകയാണ് ഫളഹിക, അപ്പോൾ നബി തങ്ങൾ ചിരിച്ച്, ഹത്ത റഅയ്തു ഞാൻ കാണുന്നത് വരെ നവാജിദഹു തങ്ങളുടെ പല്ലുകളുടെ അവാഹിറ അസ്നാനിഹീന തങ്ങളുടെ പല്ലിൻ്റെ ലാസ്റ്റ് ഞാൻ കാണുന്നത് വരെ, അണപ്പല്ലുകളെ ഞാൻ കാണുന്നത് വരെ. റവാഹു അബൂദാവൂദ. ഇവിടെ ഇപ്പം പാവകൾ കൊണ്ടുവച്ചു എന്നല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തായില്ല, ഇൻകാർ ചെയ്തില്ല. അത് ശറഅ് പറയുന്നത് ദാലുൻ അല അന്ന ദാലിക ഖബ്ല തഹരീമി ഇയാഹ, അതിനെ ഹറാമാക്കുന്നതിന് മുമ്പായിരുന്നു ഈ സംഭവം. അല്ലെങ്കിൽ ഔ യുഖാലു ലഅബു സിഗാരി മളിന്നത്തുൽ ഇസ്തിഖ്ഫാബി, ഈ കളിപ്പാട്ടങ്ങൾ എന്നുള്ളത് അത് നിസ്സാരമായി കാണുന്നതാണ്. അതിനെ ബഹുമാനിച്ചു വെക്കുന്നതല്ല, ബഹുമാനിക്കപ്പെടുന്നതല്ല, അത് നിലത്തൂടും അല്ലേ? അപ്പം അങ്ങനെയുള്ളതായതുകൊണ്ടായാണ് എന്നൊരു അഭിപ്രായം. റവാഹു അബൂദാവൂദ. അൽ ഫസ്ലു സാലിസു, മൂന്നാമത്തെ ഫസ്ല്. അൻ ഖൈസ് ഇബ്നു സഅദ് റളിയല്ലാഹു അൻഹു ഖാൽ അതൈതുൽ ഹിയറ. ഈ കളിപ്പാട്ടങ്ങൾ ഷോക്കേസിൽ ഇങ്ങനെ വലിയ കാണിക്കായിട്ട് വെക്കാൻ പാടില്ല, അങ്ങനെയുള്ള അത് രൂപങ്ങളാണല്ലോ. അപ്പോൾ അതുള്ള വീട്ടിൽ മലക്കുകൾ കയറില്ലെന്നാ. പിന്നെ നിലത്തെല്ലാം ഇങ്ങനെ കട്ടിൻ്റെ അടിയിലും അതിലും അത് പെൺകുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഉണ്ടാക്കി വെക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല എന്നുണ്ട്. പിന്നെ അതിനെ ബഹുമാനിച്ചുകൊണ്ട് ഷോക്കേസിലൊന്നും വെക്കാൻ പറ്റൂല. ഇനി അൻ ഖൈസ് ഇബ്നു സഅദിൻ ഖാൽ അതൈതുൽ ഹിയറ, അതൈതു ഞാൻ ചെന്നു, അൽ ഹിയറ ഹിയറയിൽ ചെന്നു. ഹിയറ എന്നാണ് ബൽദത്തും ഖദീമത്തും ബി ലഹ്റിൽ കൂഫ, കൂഫയിലുള്ള ഒരു പ്രസിദ്ധമായ പഴയ പുരാതന നാടാണ് ഹിയറ. അപ്പോൾ ഹിയറയിൽ ഞാൻ ചെന്നു. ഫറഅയ്തുഹു ഞാൻ അവരെ കണ്ടു, യസ്ജുദൂന സുജൂദ് ചെയ്യുന്നവരായിട്ട്, ലി മർസുബാനില്ലഹും അവരുടെ മർസുബാന് അവരെന്താക്കുന്നു, സുജൂദ് ചെയ്യുന്നു. മർസുബാൻ എന്നാൽ ഫാരിസു ഷുജാഉൽ മുഖദ്ദം അലൽ ഖൗമി, ജനങ്ങൾക്ക് മുന്നിൽ പോകുന്ന ധീരനായ കുതിരപ്പടയാടി. എനിക്കാണെന്ന് പറയാം മർസുബാൻ. അവരുടെ മർസുബാൻ ക്യാപ്റ്റൻ അല്ലേ? ക്യാപ്റ്റൻ എന്ന് പറഞ്ഞൂടെ? പട്ടാള ക്യാപ്റ്റൻ. ആ ക്യാപ്റ്റന് അവരെന്താക്കുന്നു, സുജൂദ് ചെയ്യുന്നു. ഫഖുൽതു അപ്പോൾ ഞാൻ പറഞ്ഞു, ലി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഞാൻ പറഞ്ഞു. അങ്ങനെയല്ല വായിക്കണ്ട്, അർത്ഥം മാറി. ഫഖുൽതു ഞാൻ പറഞ്ഞു. ഞാൻ എന്താ പറഞ്ഞത്? ല റസൂലുള്ളാഹി, കണ്ടാ അവിടെ ലീന്ന് വായിച്ചോ അല്ലേ? ല റസൂൽ ഇബ്തിദായിൻ്റെ ലാമാണ്, അല്ലാതെ ജറിൻ്റെ ലാമല്ല. ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ റസൂല് അഹഖു ഏറ്റവും അർഹനാണ്, അൻ യുസ്ജദ ലഹു തങ്ങൾക്ക് സുജൂദ് ചെയ്യപ്പെടാൻ ഏറ്റവും അർഹൻ അള്ളാഹുവിൻ്റെ റസൂലാണ്. ഫഅതൈതു ഞാൻ ചെന്നു, റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹിൻ്റെ റസൂലിൻ്റെ അടുക്കലേക്ക് ഞാൻ ചെന്നു. ഫഖുൽതു ഞാൻ പറഞ്ഞു, ഇന്നി തീർച്ചയായും ഞാൻ അതൈതു ഞാൻ ചെന്നു, അൽ ഹിയറ ഹിയറയിൽ ചെന്നു. ഫറഅയ്തുഹു ഞാൻ അവരെ കണ്ടു, യസ്ജുദൂന സുജൂദ് ചെയ്യുന്നവരായിട്ട്, ലി മർസുബാനില്ലഹും അവരുടെ മർസുബാൻ അവരുടെ ക്യാപ്റ്റന്. അന്ത തങ്ങൾ അഹഖു ഏറ്റവും അർഹതപ്പെട്ടവരാണ്, ബി അൻ യുസ്ജദ ലക തങ്ങൾക്ക് സുജൂദ് ചെയ്യപ്പെടാൻ ഏറ്റവും അർഹതപ്പെട്ടവരാണ്. ഫഖാല ലി അപ്പോൾ നബി തങ്ങൾ എന്നോട് പറഞ്ഞു, അറഅയ്ത നീ പറയൂ, ലൗ മറർത്ത നീ വിട്ടുകിടന്നാൽ, ബി ഖബരി എൻ്റെ ഖബറിൻ്റെ അരികിലൂടെ നീ വിട്ടുകിടന്നാൽ, അകുന്ത നീ ആകുമോ, തസ്ജുദു നീ സുജൂദ് ചെയ്യുന്നവനാകുമോ, ലഹു ആ ഖബറിന്. ഞാൻ മരിച്ചിട്ട് പിന്നെ ഖബറിൽ കിടക്കുമ്പോൾ നീ എൻ്റെ ഖബറിൻ്റെ അടുക്കൽ വന്ന് സുജൂദ് ചെയ്യോ? ഫഖുൽതു അപ്പോൾ ഞാൻ പറഞ്ഞു, ലാ ഇല്ല. ഫഖാല അപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, ലാ തഫ്അലു നിങ്ങളങ്ങനെ ചെയ്യരുത്. ലൗ കുന്തു ഞാനാണെങ്കിൽ ആമുറു കൽപ്പിക്കുന്നവനാണെങ്കിൽ, അഹദൻ ഒരാളോട്,
അൻ യസ്ജുദ സുജൂദ് ചെയ്യാൻ കൽപ്പിക്കുന്നവനാണെങ്കിൽ ലി അഹദിൻ മറ്റൊരാൾക്ക് സുജൂദ് ചെയ്യാൻ ഞാൻ കൽപ്പിക്കുമെന്ന് നിങ്ങൾ സങ്കല്പിക്കുകയാണെങ്കിൽ ല അമർത്തു ഞാൻ കൽപ്പിക്കുമായിരുന്നു അൻ നിസാ സ്ത്രീകളോട് ഞാൻ കൽപ്പിക്കുമായിരുന്നു, ഭാര്യമാരോട് ഞാൻ കൽപ്പിക്കുമായിരുന്നു, അൻ യസ്ജുദുന അവർ സുജൂദ് ചെയ്യാൻ കൽപ്പിക്കുമായിരുന്നു ലി അസ്വാജിഹിൻ അവരുടെ ഭർത്താക്കന്മാർക്ക്, ലിമാ ജഅലല്ലാഹു അല്ലാഹു ആക്കിയതിന് വേണ്ടി ലഹും അവർക്ക്, അലൈഹിന്ന ആ ഭാര്യമാരുടെ മേൽ, മിൻ ഹക്കിൻ ബാധ്യതകൾ കടമകൾ ആക്കിയതിന് വേണ്ടി. പിന്നെ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖൈസ് ബിൻ സഅദിനോട് ചോദിച്ചില്ലേ, ഞാൻ വഫാത്തായിട്ട് ഖബറിൽ കിടക്കുമ്പോൾ എൻ്റെ ഖബറിൻ്റെ അടുക്കൽ വന്ന് ഇനി സുജൂദ് ചെയ്യോ? അപ്പോൾ ഇല്ല എന്ന് പറഞ്ഞില്ലേ. എന്തുവാ? അപ്പം മരിച്ച ആൾക്ക് നിങ്ങൾ എന്താക്കൂല, സുജൂദ് ചെയ്യില്ലല്ലോ. അപ്പോൾ ഹയ്യാവുമ്പോൾ നിങ്ങൾ എന്താക്കുന്നത്? ഞാൻ ഹയ്യായി എനിക്ക് നീ സുജൂദ് ചെയ്യാൻ അർഹനാണെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അത് പേടിച്ചിട്ടും എന്നെ ലജ്ജിച്ചും കൊണ്ടാവും. എന്നെ മഹാബത്തിന് വേണ്ടിയും അതാ ഫൈനക്ക ഇന്നമാ തസ്ജുദുലി അല്ലാന, ഇപ്പോൾ നീ എനിക്ക് സുജൂദ് ചെയ്യുമെന്ന് പറഞ്ഞത് മഹാബത്തം വൈജിലാൻ എന്നെ ബഹുമാനിച്ചു കൊണ്ടാണ്. അപ്പോൾ ഞാൻ മണ്ണായി തീർന്നാൽ, ഞാൻ നിസ്സാരനായി തീർന്നാൽ നീ സുജൂദിനെ തൊട്ട് വിലങ്ങുമല്ലോ. അപ്പോൾ എന്നെന്നും ജീവിച്ചിരിക്കുന്ന അള്ളാഹുവിന് മാത്രമേ സുജൂദ് ചെയ്യാൻ പാടുള്ളൂ. അന്ന് ഹയ്യായ അള്ളാഹുവിന് ഐ ഉസ്ജുദു ലിൽ ഹയ്യില്ലദീ ലാ യമൂതു, മരിക്കാതെ ജീവിച്ചിരിക്കുന്ന അള്ളാഹുവിനാണ് നീ സുജൂദ് ചെയ്യേണ്ടത്. വലിമൻ മുൽക്കുഹു, എല്ലാ അധികാരങ്ങളും അവനാണ്. ലാ യസൂൽ, നീങ്ങിപ്പോകാത്ത അധികാരങ്ങൾ ആർക്കാണോ അങ്ങനെയുള്ള അള്ളാഹുവിന് മാത്രമേ നിങ്ങൾ സുജൂദ് ചെയ്യാൻ പാടുള്ളൂ എന്ന ഒരു ആശയമാണ് നബി തങ്ങൾ അതുകൊണ്ട് പഠിപ്പിച്ചത്. പിന്നെ സാങ്കല്പികമായിട്ട് ഞാൻ അങ്ങനെ സുജൂദ് ചെയ്യാൻ കൽപ്പിക്കൂല, അങ്ങനെ കൽപ്പിക്കുമാണ് നിങ്ങൾ വെക്കുകയാണെങ്കിൽ, ഒരു സൃഷ്ടിക്ക് സുജൂദ് ചെയ്യാൻ ഞാൻ അനുവദീയമാക്കുകയാണെങ്കിൽ പിന്നെ ആർക്ക് സുജൂദ് ചെയ്യാൻ ഞാൻ കൽപ്പിക്കുമായിരുന്നു? ഭാര്യമാർ ഭർത്താക്കന്മാർക്ക് സുജൂദ് ചെയ്യാൻ ഞാൻ കൽപ്പിക്കുമായിരുന്നു. അത്രയും ബാധ്യതയാണ് ഒരു സ്ത്രീക്ക് ആരോടുള്ളത്? തൻ്റെ ഭർത്താവിനോട് ഉള്ളത്. കാരണം ഖുർആൻ പറഞ്ഞല്ലോ, അർറിജാലു ഖവ്വാമൂന അലൻ നിസാഇ ബിമാ ഫളലല്ലാഹു ബഅദഹും അലാ ബഅദിൻ വബിമാ അൻഫഖൂ മിൻ അംവാലിഹിം, പുരുഷന്മാർ ഭാര്യമാരുടെ മേൽ ആധിപത്യമുള്ളവരാണ്. അള്ളാഹു ചിലരെക്കാൾ ശ്രേഷ്ഠമാക്കിയ കാരണം കൊണ്ടും അവരുടെ സമ്പത്ത് ഭാര്യമാർക്ക് ചെലവഴിക്കുന്ന കാരണം കൊണ്ടും എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അതാ ലിമാ ജഅലല്ലാഹു ലഹും അലൈഹിന്ന മിൻ ഹഖ് എന്ന് പറഞ്ഞത്. റവാഹു, ഈ ഹദീസിനെ റിവായത്ത് ചെയ്തിരിക്കുന്നു അബൂദാവൂദ് റഹിമഹുല്ലാഹ്. പിന്നെ 30-ാമത്തെ ഹദീസ് റവാഹു, ഈ ഹദീസിനെ റിവായത്ത് ചെയ്തിരിക്കുന്നു അഹ്മദ് ഇമാം അൻ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു തൊട്ട് റിവായത്ത് ചെയ്തിട്ടുണ്ട്. ഈ പിന്നെ അബൂദാവൂദ് തൊട്ടാണ്, ഖൈസ് ബിൻ സഅദിനെ തൊട്ടാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ യുസ്അലു റജുലു, ഒരു പുരുഷൻ ചോദിക്കപ്പെടുകയില്ല, ഫീമ ഏതൊരു കാര്യത്തിലാണ്, ലറബ അവൻ അടിച്ചത്, ഇമ്രാത്തഹു തൻ്റെ ഭാര്യയെ, അലിഹി അതിൻ്റെ മേൽ, ഏതൊരു കാര്യത്തിൻ്റെ മേലാണോ തൻ്റെ ഭാര്യയെ താൻ അടിച്ചത് എന്ന് ഒരു പുരുഷനോട് എന്താവില്ല, ചോദിക്കപ്പെടില്ല. ഓൻ തെറ്റുകാരനല്ല, അതിൻ്റെ മര്യാദ പാലിച്ചുകൊണ്ടാണ്, അതിൻ്റെ ആ ക്രമം പാലിച്ചുകൊണ്ടാണെങ്കിൽ. പിന്നെ കാലത്തീബി റഹ്മുല്ല ലമീറുൽ മജ്റൂറു റാജുനിലാമ ബഹു ഇബാറത്തുൻ നുസൂസിൽ. അപ്പം ഭാര്യയിൽ നിന്ന് പിണക്കമുണ്ടായാൽ ഭാര്യമാരെ അടിക്കാന്നുണ്ടല്ല, വല്ലാത്തി തഹാഫൂന നുസൂസഹുന്ന വദ്രിബൂഹുന്ന എന്നുണ്ടല്ലോ, നിങ്ങൾ അവരെ അടിച്ചോന്ന്. അപ്പോൾ ലാ യുസ്അലു എന്നത് ഇബാറത്തൻ അദിമി തഹറുജി വത്തഅസ്തുമി, കുറ്റമില്ല തെറ്റില്ല എന്നർത്ഥത്തിലാണ്. പിന്നെ റവാഹു അബൂദാവൂദ് ഇബ്നു മാജ വഅൻ അബീ സഈദിൻ ഖാൽ ജാഅത് ഇംറഅത്തുൻ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു സ്ത്രീ റസൂലുള്ളാഹിൻ്റെ അടുത്തേക്ക് വന്നു. വനഹ്നു നമ്മൾ ഇൻദഹു തങ്ങളുടെ അടുക്കലുണ്ട്, ഞങ്ങൾ തങ്ങളുടെ അടുക്കലുള്ള സമയത്ത് ഒരു സ്ത്രീ റസൂലുള്ളാഹിൻ്റെ അടുത്തേക്ക് വന്നു. ഫഖാലത്ത് അവൾ പറഞ്ഞു, സൗജി എൻ്റെ ഭർത്താവ് സഫ്വാൻ ഇബ്നുൽ മുഅത്തൽ യദ്രിബുനി അദ്ദേഹം എന്നെ അടിക്കുന്നു. എൻ്റെ ഭർത്താവ് സഫ്വാൻ
എന്നെ അടിക്കുന്നു. എപ്പോ? ഇതാ സ്വല്ലൈതു, ഞാൻ നിസ്കരിച്ചാൽ അയാൾ എന്നെ അടിക്കും. വ യുഫത്തിറുനി, അദ്ദേഹം എൻ്റെ നോമ്പ് മുറിപ്പിക്കുന്നു. ഇതാ സുംതു, ഞാൻ നോമ്പ് മുറിച്ചാൽ എൻ്റെ നോമ്പ് മുറിപ്പിക്കും. വലാ യുസല്ലി, അദ്ദേഹം നിസ്കരിക്കുകയില്ല അൽ ഫജ്റ, സുബി നിസ്കരിക്കുകയില്ല. ഹത്താ തത്ലുഅ ശംസു, സൂര്യൻ ഉദിക്കുന്നത് വരെ, അല്ലെങ്കിൽ സൂര്യൻ ഉദിക്കാൻ അടുത്താകുന്നത് വരെ അയാൾ സുബി തീരെ നിസ്കരിക്കില്ല എന്നല്ല, ഖളാക്കുന്നല്ല. ഇങ്ങനെയും പറയാം, സൂര്യൻ ഉദിക്കാൻ അടുത്താകുന്നവരെ അയാൾ എന്താവില്ല, സുബി നിസ്കരിക്കൂല, അവർ വക്തിലൊന്നും നിസ്കരിക്കൂല. ഖാല, റാവി പറയാണ്, ആരാണ്? അബൂ സഈദ് അല്ലേ? അബൂ സഈദ് റളിയല്ലാഹു അൻഹു പറയാണ്, വ സഫ്വാനു, ഈ സഫ്വാൻ ഇൻദഹു, നബി തങ്ങളുടെ അടുക്കലുണ്ട്. ഭർത്താവ് നബി തങ്ങളുടെ അടുക്കലുണ്ട്. ആ സമയത്താണ് ഭാര്യ വന്നിട്ട് ഭർത്താവിനെ പറ്റി അപലാതി പറയുന്നത്. ഖാല, നബി തങ്ങൾ പറഞ്ഞു, അല്ല ഖാല, ഈ റാവി ആരാ പറഞ്ഞില്ലേ? അബൂ സഈദ് റളിയല്ലാഹു അൻഹു പറയാണ്, ഫസഅല, നബി തങ്ങൾ ചോദിച്ചു, സഫ്വാനോട് ചോദിച്ചു, അമ്മ ഖാലത്ത്, അവൾ പറഞ്ഞതിനെ കുറിച്ച് ചോദിച്ചു. ഫഖാല, അദ്ദേഹം പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, അമ്മ ഖൗലുഹ, അവളുടെ വാക്ക്, അവൾ എന്നെപ്പറ്റി പറഞ്ഞ നമ്പർ 1 പരാതി, കേസ്, അതെന്താ? ഞാൻ അവളെ അടിക്കുന്നതല്ലേ? നിസ്കരിക്കുമ്പോൾ ഞാൻ അവളെ അടിക്കുന്നല്ലേ? നിസ്കരിച്ചാൽ എന്നെ ഓളെ അടിക്കുന്നല്ലേ ഓള് പറഞ്ഞത്? അതിൻ്റെ കാരണം എന്താണ്? അമ്മ ഖൗലുഹ, അപ്പോൾ അവളുടെ വാക്ക്, യദ്രിബുനി ഇദാ സല്ലൈതു, ഞാൻ നിസ്കരിച്ചാൽ അദ്ദേഹം എന്നെ അടിക്കും എന്ന് പറഞ്ഞ അവളുടെ ഖൗല്. ഫ ഇന്നഹ, തീർച്ചയായും അവൾ, തഖറഉ, ഓതുന്നു, ബി സൂറത്തൈനി, 2 സൂറത്ത് ഓതുന്നു. 2 സൂറത്ത് ഓതിയിട്ട് അവൾ നിസ്കരിക്കരുത്. ദീർഘമായ 2 ഒരു റക്അത്തിൽ തന്നെ ദീർഘമായ 2 സൂറത്ത് ഓതും. അങ്ങനെയുണ്ട് ചില പെണ്ണുങ്ങൾ, വലിയ ആളാകാം. വഖദ് നഹൈതുഹ, ഞാൻ അവളെ വിരോധിച്ചിരിക്കുന്നു, നീ അങ്ങനെ ഓതാൻ പാടില്ല എന്ന് ഞാൻ അവളോട് പറഞ്ഞിരുന്നു. ഖാല, അബൂ സഈദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഫഖാല ലഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂൽ അദ്ദേഹത്തോട് പറഞ്ഞു, ലൗ കാനത്ത് സൂറത്തും വാഹിദ, അത് ഒരു സൂറത്തായെങ്കിൽ ലകഫത്തിന്നാസ, ജനങ്ങൾക്കത് മതിയാകുമായിരുന്നു, ഒരു സൂറത്ത് തന്നെ മതി എന്ന് പറഞ്ഞു സഫ്വാൻ്റെ ഭാര്യയോട്. ലൗ കാനത്ത് ഖിറാഅത്തു ബഅദൽ ഫാത്തിഹത്തി സൂറത്തും വാഹിദ, ഫാത്തിഹയ്ക്ക് ശേഷം ഒരു സൂറത്ത് ഓതിയാൽ മതിയാകുമായിരുന്നു. ല അജ്സതുഹും കാഫത്തുഹും ജമ്മൻ വൈഫ്രാദ്, എല്ലാവർക്കും അത് മതിയാകും. ഖാല, അബൂ സഈദ് പറയുകയാണ്, വ അമ്മ ഖൗലുഹ, അപ്പോൾ അവളുടെ വാക്ക്. ഖാല, ആര് പറഞ്ഞു? സഫ്വാൻ പറഞ്ഞു. വ അമ്മ ഖൗലുഹ, അപ്പോൾ അവളുടെ വാക്ക്. രണ്ടാമത്തെ പരാതി എന്താ? യുഫത്തിറുനി, എൻ്റെ നോമ്പ് മുറിപ്പിക്കുന്നു. ഇദാ സുംതു, ഞാൻ നോറ്റാൽ എൻ്റെ നോമ്പ് മുറിപ്പിക്കുന്നു എന്ന പരാതിയല്ലേ അത്? ഫഇന്നഹ, തീർച്ചയായും അവൾ, തന്തലിക്കു തസൂമു, അവൾ നോമ്പ് നോക്കാൻ തുടങ്ങും. വ അന, ഞാൻ, റജുലുൻ ഷാബുൻ, ഒരു യുവാവായ പുരുഷനാണ്. ഫലാ അസ്ബിറു, എനിക്ക് ക്ഷമ കിട്ടൂല. ഈ പകലെപ്പോൾ ഇങ്ങനെ നോമ്പ് വെച്ചാൽ എനിക്ക് ഓളെ ആവശ്യമൊന്നുമില്ലേ, എനിക്ക് ക്ഷമിക്കാൻ കഴിയില്ല. ജിമായി നഹാരി, നഹാറിൽ ജിമായിനെ തൊട്ട് എനിക്ക് ക്ഷമ വരൂല, അതുകൊണ്ടാണ്. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ലാ തസൂമു ഇംറഅത്തുൻ ഇല്ലാ ബി ഇദ്നി സൗജിഹാ, ലാ തസൂമു, നോമ്പ് നോക്കരുത്, ഇംറഅത്തുൻ, ഒരു സ്ത്രീയും, ഇല്ലാ ബി ഇദ്നി സൗജിഹാ, സൗജിൻ്റെ അനുവാദം കൂടാതെ. വ അമ്മ ഖൗലുഹ, അപ്പോൾ അവളുടെ മൂന്നാമത്തെ പരാതി, ഇന്നി ലാ ഉസല്ലി ഹത്താ തത്ലുഅ ശംസു, സൂര്യൻ ഉദിക്കുന്നത് വരെ ഞാൻ നിസ്കരിക്കാറില്ല എന്ന പരാതി. ഫ അന, ഞാൻ, ഫ ഇന്ന എന്നല്ലേ, ഫ ഇന്ന, തീർച്ചയായും ഞങ്ങൾ, അഹ്ലുബൈത്തിനൊരു വീട്ടുകാരാണ്. ഖദ് അറഫ ലനാ ദാലിക, ഖദ് ഉരിഫ ലനാ ദാലിക, ഖദ് ഉരിഫ ലനാ ദാലിക, ഞങ്ങൾക്കത് അറിയപ്പെട്ടിരിക്കുന്നു, ഞങ്ങളുടെ ആദത്ത് അങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ, രാത്രി തവീലുല്ലൈൽ, തൂലൽ ലയാരിയിലും വെള്ളം കൊണ്ടുവരുന്നവരാണ്. യസ്കൂനൽ മാ, വെള്ളം ഇങ്ങനെ
എടുത്തു വഹിച്ചു കൊണ്ടുവരുന്നവരാണ്. ലാ നക്കാദു നസ്തഖീദു അല്ലേ, ലാ നക്കാദു നസ്തഖീദു, ഞങ്ങൾ ഉണരാൻ അടുത്താവൂല, ഹത്താ തത്തുലുഅ ശംസു, സൂര്യൻ ഉദിക്കുന്നത് വരെ. അപ്പോൾ ഞങ്ങൾ നൈറ്റ് ഡ്യൂട്ടിക്കാരാണ്. അപ്പോൾ ഞങ്ങൾക്ക് സുബീക്കാനെ ബാങ്ക് കൊടുക്കുമ്പോൾ എഴുന്നേൽക്കാൻ കഴിയില്ല, ഞങ്ങൾ ഉറങ്ങിപ്പോവും. സൂര്യൻ ഉദിക്കുന്നവരെന്ന് പറഞ്ഞാൽ അതിനോട് അടുത്താകുന്നത് വരെ. ഹത്താ തത്തുലുഅ ശംസു ഹക്കീക്കത്തൻ ഔ മജാദ് മഷാരിഫി. പിന്നെ കാല നബി തങ്ങൾ പറഞ്ഞു, ഫൈദസ്തൈഖലത, നീ ഉണർന്നാൽ, യാ സഫുവാനെ നീ ഉണർന്നാൽ ഫസല്ലി, നീ നിസ്കരിച്ചോ. അപ്പോൾ അദ്ദേഹത്തിന് എന്തായി, ഒരു വിട്ടുവീഴ്ച കൊടുത്തു എന്നാണ് അല്ലേ. ആയി അദാൻ ഔ ഖലാഅൻ, നീ അതായിട്ടോ ഖലായിട്ടോ നിസ്കരിച്ചോ എന്നല്ലേ. കാലത്തീബി വൈന്നമാ കബില ഉഴുതറഹു, അദ്ദേഹത്തിൻ്റെ ഉഴുതറിനെ റസൂലുള്ളാഹി തങ്ങൾ സ്വീകരിച്ചതുമായ തക്സീർ, അദ്ദേഹത്തിൻ്റെ വീഴ്ചയോടുകൂടെ. വലം യഖ്ബൽ മിൻഹ, അവളിൽ നിന്നായില്ല, സ്വീകരിച്ചില്ല. വൈലം തുഖസ്സിർ ഈദാനം ബി ഹഖ്ഖിർ റിജാലി നിസായി, ഭാര്യമാരിൽ നിന്ന് ചില ഹക്കുകൾ ആർക്ക് ലഭിക്കേണ്ടതുണ്ട്, ഭർത്താക്കന്മാർക്ക് ലഭിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പരാതി, അദ്ദേഹത്തിൻ്റെ കാരണം നബി തങ്ങൾ സ്വീകരിച്ചത്. ജീവൻ വൈഷബാനി വക്കാന സാഹിബാനി മന്ദിരത്തിൽ മയ്യുമാരി വഫറുഹുബിഅലം യുസരിഫ് അലൈഹി വലായി ജുസൈ ഉള്ളനബിയിൽ ഇംതിരാമിന സലാത്തി ഫി വക്തിയ, സമയത്ത് നിസ്കരിക്കില്ല എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റൂല എന്നാണ്. മഴസവാൽ ഉതിർ നീങ്ങളോട് കൂടെ കോഴി തമ്പി വലിയ കാതിമയായി തൂലല്ലയനാമുഫിമാക്ക് വലൈസവനാക്കമയ്യും, ഉണർത്തുന്ന ആരും ഇല്ലെങ്കിൽ പിന്നെ അത് ഉതിറായിത്തീരും. സുബീക്ക് വിളിക്കുന്ന ആരും അദ്ദേഹത്തിന് ഇല്ല, ഉണർത്തുന്ന ആളില്ല, അങ്ങനെ ഉറങ്ങിപ്പോയിട്ട് സൂര്യൻ ഉദിച്ചാണെങ്കിൽ ഉതിർ നൽകപ്പെടും. റവാഹു അബൂ ദാവൂദ വബ്നു മാജ.